സംസ്ഥാനം ഇന്ന് കൊട്ടിക്കലാശത്തിലേക്കാണ്. ആവേശ പ്രചരണത്തിന്റെ ദിവസങ്ങൾ അവസാനിക്കുന്നു. ഇനി അവസാനവട്ട പോരാട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും തലക്കെട്ടുകൾ. ആവേശ പ്രചരണം തീരാൻ ഇനി 5 മണിക്കൂറുകൾ മാത്രം. പരമാവധി കളറാക്കാൻ മുന്നണികൾ. 48 മണിക്കൂർ കർശന നിയന്ത്രണങ്ങളുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പൊതുയോഗങ്ങൾക്കും കലാപരിപാടികൾക്കും നിരോധനം. കേരളത്തിന്റെ മനസ്സ് LDF-നൊപ്പമെന്ന് മുഖ്യമന്ത്രി. UDF-ന് 100-ലേറെ സീറ്റുകൾ ഉറപ്പെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തട്ടിപ്പ് സർവേയാണ് നടക്കുന്നതെന്ന് VD സതീശൻ. സീറ്റെണ്ണം 2 അക്കം തികയ്ക്കുമെന്ന് BJP. പോമോനെ വിജയ പരാമർശത്തിന് ഡാഷ് മോനെ രേവന്ത എന്ന് മറുപടി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ പിണറായി വിജയന്റെ വിവാദ പ്രയോഗം. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. പരാമർശം മുഖ്യമന്ത്രിമാർ ചില മര്യാദകൾ പാലിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മള് മര്യാദകൾ എന്നൊക്കെ പറയൽ, അതൊക്കെ ഉണ്ട്. താനൂർ പാകിസ്ഥാനെന്ന് V അബ്ദുറഹ്മാൻ. ശബരിമല റിവ്യൂ ഹർജികളിൽ തീരുമാനം പിന്നീടെന്ന സുപ്രീം കോടതി. ആദ്യം തീരുമാനമെടുക്കുക നിയമവിഷയങ്ങളിൽ. 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുക 3 ദിവസങ്ങളിലായി. ഏകപക്ഷീയ തീരുമാനമെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. വിദഗ്ധർ, പണ്ഡിതർ എന്നിവരുടെ അഭിപ്രായം കേൾക്കും. വിവാദ ശബ്ദരേഖയുമായി മാത്യു കുഴൽനാടൻ. പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ പുറത്തുവിട്ടു. മാത്യു ടി തോമസിനും പങ്കുണ്ടെന്ന ഓഡിയോയിൽ. AI വഴി നിർമ്മിച്ചതെന്ന് K കൃഷ്ണൻകുട്ടി. ദുരാരോപണമെന്ന് മുഖ്യമന്ത്രി. വൈക്കം തലയാഴത്ത് LDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ജീവനൊടുക്കി. മരിച്ചത് CPI അനുഭാവിയായിരുന്ന ജൈവ കർഷകൻ മക്കൻ ചെല്ലപ്പൻ. സ്ഥലത്ത് കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പെരമ്പൂർ മണ്ഡലത്തിൽ TVK നേതാവ് വിജയുടെ പത്രിക സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി DMKയുടെ എതിർപ്പുകൾക്കിടെ. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചു. അന്ത്യശാസനം തീരുന്നില്ല. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ്. പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കും. അന്ത്യശാസന സമയം രാത്രി 8 മണി. ചിരിച്ചുതള്ളി ഇറാൻ. ട്രംപിന്റേത് ഭ്രമം നിറഞ്ഞ വാക്കുകളെന്ന് പ്രതികരണം. ചരിത്രം കുറിച്ച ആർട്ടിമിസ് 2. ചന്ദ്രനിൽ നിന്ന് ഭൗമോദയം കണ്ട് ഒറിയോൺ പേടകം. അപ്പോളോ 13 സംഘം 1970-ൽ സ്ഥാപിച്ച റെക്കോർഡ് തകർത്ത് ചരിത്രക്കുതിപ്പ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരം സഞ്ചരിച്ച മനുഷ്യൻ എന്ന നേട്ടവുമായി ചന്ദ്രന്റെ പിറകിലൂടെ യാത്ര ചെയ്ത് ദൗത്യ സംഘം. പരസ്യപ്രചരണം ഇനി മണിക്കൂറുകൾ മാത്രം. Renergy presents K-Vote നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ മുന്നണികൾ ഒരുങ്ങുകയാണ്. കൊട്ടിക്കലാശത്തിന് മുൻപ് പൂഴിക്കടകൻ പ്രയോഗിച്ച് മുന്നണികൾ രംഗത്ത് വന്നു. K സുധാകരനെതിരെയുള്ള കത്താണ് കോൺഗ്രസിൽ കലാപത്തിന് വഴിവെച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയാക്കരുതെന്ന കത്തിന് പിന്നിൽ VD സതീശനും സണ്ണി ജോസഫുമാണെന്ന ആരോപണമാണ് ബലപ്പെടുന്നത്. കത്ത് വ്യാജമെന്ന് കാട്ടി സതീശൻ DGPക്ക് ഉൾപ്പെടെ പരാതി നൽകി. കത്ത് CPM നിർമ്മിച്ചതാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ സംഭാഷണമാണ് ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയിരിക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരിക്കാൻ മാത്യു ടി തോമസ് ഇടപെട്ടത് മണലെടുക്കാൻ വേണ്ടിയെന്നാണ് ഓഡിയോയിൽ പറയുന്നത്. കേരളത്തെ പ്രളയത്തിൽ മുക്കിക്കൊന്നത് പണത്തോടുള്ള ആർത്തി കാരണമെന്നാണ് ഓഡിയോ പുറത്തുവിട്ട മാത്യു കുഴൽനാടൻ പറയുന്നത്. കർഷകൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തൂങ്ങി മരിച്ചത് CPIയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കിരൺ ബാബുവും ഡാൻ കുര്യനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത് കിരൺ, നമുക്കറിയാം തുടക്കം മുതൽ തന്നെ കുറച്ച് ദിവസങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ആരോപണങ്ങൾ, ആയിരക്കണക്കിന് ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉന്നയിക്കാൻ മുന്നണികൾ കാട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ
രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഡാഷ് മോനെ പരാമർശമടക്കം വരുന്നു. അതിപ്പോൾ ഏറ്റവും അവസാന മണിക്കൂറിൽ കേരളം ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാനമെന്ന് പറയുന്നത് ആദ്യം പറയുന്ന മുഖ്യമന്ത്രിമാർ മര്യാദ കാട്ടണമെന്ന്, തൊട്ടു പിന്നാലെ ഡാഷ് മോനെ എന്ന് വിളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിൽ ഇതായിരിക്കും ചർച്ച അല്ലേ? ഇനി രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ചർച്ചകൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ ചർച്ചയ്ക്ക് ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു, മറുപടി പറയുന്നു, അങ്ങനെ അത് ചില ചർച്ചകളൊക്കെ നീണ്ടു നിന്നു, ചില ചർച്ചകൾ അസ്തമിച്ചു പോവുകയും ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ദിവസമാണ്. പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. കയ്യിലിരുന്ന എല്ലാ കൂടി എടുത്ത് ഒരുമിച്ച് ഇട്ട് ഗുണ്ട് പൊട്ടിക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു പൊട്ടിയിലാണ് ഇന്നിപ്പോൾ രണ്ട് മുന്നണികളിലെ 3 മുന്നണികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേതാണ് പൊട്ടുന്നത്, ഏതാണ് കത്തിപ്പറ്റുന്നത് എന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിച്ചേക്കാം എന്ന മട്ടിൽ തന്നെയാണ് വലിയ ആരോപണം. പ്രളയത്തെക്കുറിച്ചൊക്കെയുള്ള അതീവ ഗൗരവമായ ഒരു ആരോപണം ഇപ്പോൾ കൊണ്ടുവരുന്നു. പക്ഷേ പ്രളയം നടന്നിട്ട് എത്രയോ കാലം കഴിയുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാണ് പക്ഷേ അങ്ങനെ ഒരു ഓഡിയോ പുറത്തുവിടുന്ന ഓഡിയോ AI ആണെന്ന് പറയുന്നു. ഇനി അത്തരം ആരോപണങ്ങളൊക്കെ വന്നാൽ ഇതിൻ്റെ പ്രത്യേകത, ഈ സമയത്ത് വരുന്ന ഒരു ആരോപണത്തിനും ഈ ആരോപണം എതിരാളികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തെളിയിക്കാനോ അത് നിഷേധിക്കാനോ, വാക്കുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഫലം ഉണ്ടാക്കാൻ കഴിയില്ല. അത് ശരിയായാലും തെറ്റായാലും ഒക്കെ. അതുകൊണ്ട് ഈ അവസാന നിമിഷം ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക എല്ലാ മുന്നണികളുടെയും ഭീതിയാണ്. അത്തരം ഒരു ആരോപണമായി തന്നെ ചിലപ്പോൾ ചില ആരോപണങ്ങൾ ശരിയായിരിക്കും, ഗൗരവമുള്ളതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ഉന്നയിച്ചതുകൊണ്ട് അത് എതിരാളികൾക്ക് അത് തെറ്റാണെന്ന് പറയാനോ അല്ലെങ്കിൽ ശരിയാണെന്ന് പറയാനോ ഒന്നുമില്ല. കിട്ടിയാൽ കിട്ടി എന്നുള്ള മട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒന്നിലേറെ ആരോപണങ്ങൾ. നമുക്കറിയാം രഞ്ജിത്ത്, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ദിവസങ്ങളിലൊക്കെ പ്രധാനമായും ഡീലിൻ്റെ ആരോപണം വരുന്നു, ശബരിമല വിഷയം വരുന്നു, SDPI വിഷയം വരുന്നു. അങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയത്. അതിന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ പരസ്പരം മറുപടി വരുന്നു, വീണ്ടും അവരുടെ മറുപടികളും അതിനുള്ള മറുപടികളും ഒക്കെ വരുന്നു. പക്ഷേ ഏറ്റവും അവസാന ദിവസം അങ്ങനെയല്ല. ഒരു രാവിലെ മുതൽ തന്നെ ആരോപണങ്ങൾ വരികയാണ്. അതിൽ ഏറ്റവും രസകരമായ സംഭവം മുഖ്യമന്ത്രിയും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ളതാണ്. രേവന്ത് റെഡ്ഡിയുടെ ഒരു പോസ്റ്റാണ്. രേവന്ത് റെഡ്ഡിയുടെ ഒരു പോസ്റ്റിൽ നീ പോ മോനെ ദിനേശ എന്ന് പറയുന്നതിന് പകരം ഏറ്റവും അവസാനം കേരളത്തിൽ നിന്ന് പഠിച്ച വാക്ക് എന്ന മട്ടിൽ നീ പോ മോനെ വിജയൻ എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ ഏറ്റവും അവസാനമായി കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായും ഈ രണ്ടുപേരും തമ്മിൽ ഇതുവരെ നടന്ന ചർച്ചകൾക്ക് അതിനു മുമ്പ് രേവന്ത് റെഡ്ഡി നൽകിയ മറുപടിയായാലും മുഖ്യമന്ത്രി നൽകിയ മറുപടിയായാലും ഏതെങ്കിലും തരത്തിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അന്തസ്സിനെയും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള മറുപടികൾ തന്നെയാണ്. പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെയാണ് വിഷയങ്ങൾ ഉന്നയിച്ചത്. രാഷ്ട്രീയമാണ് ഉന്നയിച്ചത്, ശക്തമായി തന്നെയാണ് ഉന്നയിച്ചത്. പക്ഷേ അവിടെ അപ്പോഴും ആ ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിന് മറുപടിയായി ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിയും ആദ്യം അദ്ദേഹം ഉപദേശിക്കുകയാണ്, ഒരു മുഖ്യമന്ത്രിമാർ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ ആരെങ്കിലും എഴുതി കൊടുത്തായിരിക്കും. അല്ലാതെ രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു പോപ്പുലർ മലയാളം ഡയലോഗ് അതിൻ്റെ അർത്ഥം എന്താണ് എന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷേ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരിക്കും ഇത് എഴുതി നൽകിയത്. അതാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അവിടെ കൊണ്ട് മറുപടി നിർത്തുന്നതിന് പകരം ഡാഷ് മോനെ രേവന്ത് നിനക്കുള്ള മറുപടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അതേ നിലവാരത്തിലേക്ക് തന്നെ എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ ഡയലോഗിനെ ഉപയോഗിച്ചുകൊണ്ട് അത്തരമൊരു നിലവാരത്തിലേക്ക് മാറിയത്, അതിനേക്കാൾ മോശപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് കേരള മുഖ്യമന്ത്രിയുടെ പ്രയോഗം കൂടി മാറി എന്ന് പറയേണ്ടി വരും. അത് അത്തരത്തിലേക്ക് പോകുമ്പോൾ തെലങ്കാനയിലടക്കം ചർച്ചയാവാൻ സാധ്യതയുള്ളതാണ്. രണ്ട് തരത്തിൽ VD സതീശൻ അക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം മറ്റൊരു തരത്തിലായിരുന്നു. ഈ തമാശ പറയരുത് എന്നുള്ള അദ്ദേഹം ഈ രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തെ ഒരു തമാശയായി ലഘൂകരിക്കാനും ഒപ്പം തന്നെ പിണറായി വിജയൻ ഈ തമാശ ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്ന് വ്യാഖ്യാനിച്ച് ആ തരത്തിലേക്ക് അതിനെ മറ്റു തരത്തിൽ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ അവസാന നിമിഷം ഇന്നിനി വൈകുന്നേരം വരെയുള്ള സമയത്ത് ഇതല്ല, ഇനി മറ്റു പല ആരോപണങ്ങളും അത്തരം അധിക്ഷേപങ്ങളും ഒക്കെ പലതരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവിടെ ആരാണ് ഏറ്റവും തന്ത്രപൂർവ്വം നിലപാട് സമയത്തോടുകൂടി സ്വീകരിക്കുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഒരു വളരെ ചെറിയ വിഭാഗത്തെയെങ്കിലും ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ആ വോട്ടിനെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഒരു വിവാദം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയായിരുന്നു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓഡിയോ, പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ, അതും ഏറ്റവും അവസാന നിമിഷം മാത്യു ചില കാര്യങ്ങളൊക്കെ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടാണ് ആ വിവരം പുറത്തുവിട്ടത്. അതിനുശേഷം അത് AI ആണ് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ അറ്റകൈ പ്രയോഗവുമായി വ്യക്തി അധിക്ഷേപങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാഷ് മോനെ എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത്. പോമോനെ വിജയ എന്നുള്ള നേരത്തെയുള്ള പരാമർശത്തിന്, രേവന്തിൻ്റെ പരാമർശത്തിനായിരുന്നു പിണറായിയുടെ മറുപടി. അതിന് സതീശൻ പറഞ്ഞ മറുപടിയും രസമാണ്. രണ്ട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിലും വലിയ വാക്കുകളൊക്കെ പ്രതീക്ഷിക്കണം. പല ആളുകളെയും പരനാറി എന്നൊക്കെ വിളിച്ച ആളാണ്. രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് അറിയില്ല, തനിക്ക് രേവന്ത് റെഡ്ഡിയുമായി സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല, സമയം കിട്ടിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരക്കാരനാണ് എന്ന് താൻ പറഞ്ഞു കൊടുത്തേനെ എന്നാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം, CMന്റെ ആ വാക്കുകളിലേക്ക്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്.
മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്. ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നത്, കാരണം പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട്. അതിന് മുൻപുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൂടി ശ്രദ്ധിക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ പാലിക്കാതെയാണ് രേവന്ത് റെഡ്ഡി സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അതിനും കടുത്തൊരു പ്രയോഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഡാൻ കുര്യനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ 10 ദിവസം 12 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഡീൽ മുതൽ അവസാനം ഡാഷ് ബോൺ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വോട്ടർമാരെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. 2 അക്കം കടക്കുമെന്ന് BJP കരുതുന്നു. ഭരണം നിലനിർത്തുമെന്ന് CPM വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 100 കടന്നില്ലെങ്കിൽ പണി നിർത്തുമെന്ന് സതീശൻ പറയുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ കൊട്ടിക്കലാശ് ദിവസം ഡാൻ്റെ അനുഭവത്തിൽ എങ്ങനെ ഒന്ന് വിവരിക്കാം? മുൻപും തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട അവസാന നിമിഷത്തെ വാക്പോരുകളും ആഘോഷങ്ങളും ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ 2026 സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ, പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, ഒരു ഭാഗത്ത് കൃത്യമായ ആസൂത്രണത്തോടെ, അതായത് സർക്കാരിനെതിരെ ഒരു ജനവികാരം ഇളക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പ്രചാരണം ഒരു വശത്ത് നടക്കുമ്പോൾ, മറുവശത്ത് അത് വൈകാരികമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ ആസൂത്രിതമായി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കാണോ അതോ വൈകാരികമായി നടത്തുന്ന പ്രതികരണങ്ങൾക്കാണോ കഴിയുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, BJPക്കും അതോടൊപ്പം കോൺഗ്രസിനുമാണ് ഈ ദേശീയ നേതാക്കളെ, താരപ്രചാരകരെ ഇത്തരത്തിൽ സംസ്ഥാനത്തേക്ക് എത്തിച്ച് അങ്ങനെ ഒരു ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ആ 2 മുന്നണികൾക്ക് മാത്രമാണ്. അവർക്ക് മാത്രമാണ് ഇങ്ങനെ വലിയ താരനിരകളൊക്കെ സംസ്ഥാനത്തേക്ക് എത്താനുള്ളത്. CPM കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ താരപ്രചാരകനാക്കി അദ്ദേഹത്തെ തന്നെ പരമാവധി മണ്ഡലങ്ങളിലേക്ക് പ്രസംഗിക്കാനായി ക്ഷണിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി പിണറായി തന്നെ പരമാവധി മണ്ഡലങ്ങളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അവസാന ദിവസവും അവസാന പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും ഇത്തരത്തിലൊരു വ്യക്തി അധിഷ്ഠിതമായ പരസ്യമായ വിമർശനങ്ങളും വ്യക്തിഹത്യകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഇത് മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിലും അത് വ്യക്തികൾ തമ്മിലുള്ള ഒരു വൈരം കൂടിയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആറന്മുളയിലെ സ്ഥാനാർത്ഥികൾ, അതായത് വീണ ജോർജും അബിൻ വർക്കിയും തങ്ങളുടെ പരസ്പരമുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളാണ് പോസ്റ്റുകൾക്ക് താഴെ എന്ന് പറഞ്ഞ് വീണ ജോർജും അതേ അനുഭവം തന്നെ പറഞ്ഞുകൊണ്ട് അബിൻ വർക്കിയുമൊക്കെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് കേരളത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ ഈ സൈബർ ഇടങ്ങളിലുള്ള അധിക്ഷേപം ഒരു വശത്ത് പുരോഗമിക്കുന്നു. അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ മറുവശത്ത് ഈ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വ്യക്തിഹത്യ എന്ന് തന്നെ കൃത്യമായി വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരസ്യമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ അത് മറുവശത്തും അങ്ങനെ കയറുമുറി വിട്ടിരിക്കുന്ന സ്ഥലയിൽ ഇങ്ങനെ വലിയ തരയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരത്തടക്കം പല മണ്ഡലങ്ങളിലും സംഘർഷ സാധ്യതയുണ്ടായെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് എവിടെയൊക്കെയാണ് കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് കൃത്യമായ വിവരം അവരവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിക്കണം. പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഈ താരപ്രചാരകർ എത്താൻ പാടുള്ളൂ. അവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകാവൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് സംവിധാനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഈ പ്രകോപനങ്ങൾ അത് പ്രവർത്തകർ കൂടി ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നാൽ തെരുവിൽ അത് അലയടിക്കുന്നത് ഏതു തരത്തിലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ സാധ്യത വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും തിരുവനന്തപുരം സെൻട്രലിലുമൊക്കെ പോലീസ് അധിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും
എന്തായാലും കാത്തിരിക്കാം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യപ്രചാരണത്തിന് ബാക്കിയാകുന്നത്. അവസാന മണിക്കൂറുകളിൽ കൊണ്ടും കൊടുത്തും ആര് മുന്നേറും, അത് ആർക്ക് അനുകൂലമായി മാറും, വോട്ടർമാർ ആർക്കൊപ്പം നിലയുറപ്പിക്കും, ഇതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ശരിയാ, ഡാൻ പറഞ്ഞതനുസരിച്ച് പുതിയ ഒരുപാട് വിവരങ്ങൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുണ്ട്. സംഘർഷ സാധ്യതകളൊക്കെ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതകൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. കാരണം അത്രത്തോളം ആവേശം നിറഞ്ഞ മാറ്റങ്ങൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം കണ്ണൂരിലെ കോട്ടകളിൽ പോലും CPM വിറച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയൊക്കെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, തനിക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അറിയണമെങ്കിൽ ഇനി കുറച്ച് മണിക്കൂറിൽ കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് ഡാനി പോളിലേക്ക് കൂടി ഒന്ന് പോകണം. ഡാനി, പൊതുവെ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ, വലുതോതിലില്ലാതെ ഉള്ളൊരു പ്രദേശമായിരുന്നു എറണാകുളം, മധ്യ കേരളം എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാം. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ സതീശൻ്റെ തട്ടകമാണ് അവിടെ. ഇന്നും ഉരുളയ്ക്കുപ്പേലി പോലെ ഓരോ വാക്കുകൾക്കും VD സതീശൻ മറുപടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ ആവേശം തെരഞ്ഞെടുപ്പിലുടനീളം ദൃശ്യമായിരുന്നാലും എന്ത് പ്രതീക്ഷിക്കണം വരും മണിക്കൂറുകളിൽ? മുന്നണികളൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞോ ഈ ആവേശം അതേപോലെ ഈ കൊട്ടിക്കലാശത്തിൽ കാണിക്കാൻ? രഞ്ജിത്ത്, കഴിഞ്ഞ ഈ വർഷത്തെ മാറ്റിയിട്ട് ഇതിന് മുൻ വർഷങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാക്പോരോ അങ്ങനെയുള്ളൊരിടം ഒന്നും തന്നെയല്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചത് ശരി തന്നെയാണ്. കൊട്ടിക്കലാശമടക്കം ആ ഒരു സംവിധാനങ്ങളോടെ നടന്നു പോകുന്നൊരിടമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്ങനെയല്ല. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. കാരണം ഈ പല വാക്പോരുകളുടെയും ഒരു പ്രഭവ കേന്ദ്രമെന്ന രീതിയിലേക്കെല്ലാം തന്നെ പറവൂർ മണ്ഡലവും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയിടും. അദ്ദേഹത്തിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും ഈ വാർത്താ സമ്മേളനങ്ങളും അടക്കം കാര്യങ്ങൾക്ക് മറുപടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്ന ഒരവസ്ഥയും ഇവർ തമ്മിലുള്ളൊരു വാക്പോരും നമുക്കറിയാം. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ആ രീതിയിലാണ് CPM വേഴ്സസ് എന്ന് പറയുന്ന രീതിയിലേക്ക് VD സതീശൻ എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ മാറി. ഇന്ന് രാവിലെയും നമ്മൾ അദ്ദേഹവുമായിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം പ്രധാനമായും തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു CPM മുന്നോട്ട് പോയിരുന്നത്. അത് അവരുടെ ഒരു ബോധപൂർവമായൊരു ശ്രമം തന്നെയായിരുന്നു. അതിന് പലപ്പോഴും മറുപടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് താനൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് താൻ അത് തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു രേവന്ത് റെഡ്ഡിക്കെതിരായ പരാമർശങ്ങൾ അത് അനുചിതമായ ഒരു സംഭവങ്ങൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ അതൊരു നിലവാര തകർച്ചയെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ അത് സൂചിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഏതായാലും ഇത്തരം ഒരു വാക്പോരുകൾ ഈ അവസാന മണിക്കൂറുകൾ, തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ തുടരുന്നു എന്നത് തന്നെയാണ്. ഇന്ന് വൈകിട്ട് ഇവിടെ കേന്ദ്രീകൃതമായിട്ടാണ് 3 മുന്നണികളുടെയും ഏതാണ്ട് കേന്ദ്രീകൃതമായിട്ടാണ് കൊട്ടിക്കലാശം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പോലീസ് അടക്കം അവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയും ഇടത് പ്രവർത്തകരും എല്ലാം തന്നെയും പലപ്പോഴും പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ പലപ്പോഴും തന്നെ വിഭാഗത്തെല്ലാം തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നൊരു രീതിയെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഒരു തുടർച്ച ഇനിയിപ്പോൾ കൊട്ടിക്കലാശത്തിൽ ഉണ്ടാകുമോ എന്ന ഒരു കരുതൽ എന്ന രീതിയിൽ തന്നെ പോലീസ് ആ രീതിയിലുള്ള മുൻകരുതലുകളടക്കം സ്വീകരിച്ചുകൊണ്ടാണ് വൈകിട്ട് കൊട്ടിക്കലാശം അടക്കം നടക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം സമാപിക്കുമ്പോൾ അതോടുകൂടി ഈ രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം അവസാനിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഇതിന് മുൻപില്ലാത്തൊരു പ്രത്യേകത സ്വാഭാവികമായും ഈ ഇപ്പോൾ സൈബർ ഇടങ്ങളുടെ ഒരു കാലമാണ്. ഈ സൈബർ ഇടങ്ങളുടെ കാലത്ത് പരമാവധി എല്ലാവരും തന്നെയും അതിന്റെ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം സാങ്കേതികവിദ്യ എല്ലാം തന്നെ ഈ പ്രചാരണത്തിന് വേണ്ടിയും എല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിപ്പോൾ കടന്നൽക്കൂട്ടമെന്നോ തേനീച്ചക്കൂട്ടം എന്തൊക്കെ പറഞ്ഞ് പേരിട്ടാൽ തന്നെയും എല്ലാവരും അത് ഒരേപോലെ ഉപയോഗിക്കുന്നു. എതിരാളികൾക്കെതിരെ നീങ്ങുന്നു. സൈബർ ഇടങ്ങളിലാണ് പൊതു ഇടങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ വാക്പോരും എല്ലാം തന്നെ നടന്നതും ഈ ദിവസങ്ങളിലെല്ലാം സൈബർ ഇടങ്ങളിൽ തന്നെയാണ്. ഓരോ വാക്കും വരിയും നോട്ടം പോലും ചർച്ചയാകുന്ന ആ ഒരു രീതിയിലേക്കെല്ലാം തന്നെ പ്രചാരണ രംഗം തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത് തന്നെ. എവിടെയെങ്കിലും ഒരു തരി വീണാൽ അത് വളരെ പെട്ടെന്ന് എല്ലായിടങ്ങളിലേക്കും എത്തുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ സൈബർ ഇടങ്ങളിൽ അവലംബിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു പ്രചാരണവും മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ പൊതുവിൽ എറണാകുളം ജില്ലയിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊട്ടിക്കലാശം നടക്കുന്നു.
പറയുന്നു. തൊട്ടപ്പുറത്ത് കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവിന്റെ ഇടങ്ങൾ അവിടെ നേരത്തെ ഒരു ധാരണ ക്രമീകരിച്ചുകൊണ്ട് അവിടെ മൂന്ന് മുന്നണികളും കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് DG അടക്കമുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കൊട്ടിക്കലാശം നടത്താം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും ആ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടങ്ങൾ തന്നെയാണ്. എറണാകുളം ജില്ല പൊതുവിൽ എന്ന് പറയുന്നത് UDFന്റെ ഒരു കുത്തക ജില്ല എന്ന രീതിയിലെല്ലാം തന്നെ വരുന്നു. കൂടുതൽ സീറ്റുകൾ പിടിക്കുക, മുഴുവൻ സീറ്റും പിടിക്കുമെന്നാണ് ഇന്ന് 14 സീറ്റുകളും പിടിക്കുമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. തന്റെ ജില്ലയാണ്, താൻ അത്ര കണ്ട പണിയെടുത്തിട്ടുണ്ട് എന്നതെല്ലാം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. എന്തായാലും അവസാന നിമിഷം വരുമ്പോഴും ഈ വാക്പോരിന് ഒരു കുറവുമില്ല എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം നടത്തി അത് അവസാനിപ്പിക്കുന്നു. അതിൽ എല്ലാം തന്നെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഇതെല്ലാം തുടർന്നു പോരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ജനം അത് പോളിംഗ് ബൂത്തിലേക്കെല്ലാം എത്തുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ അവർ ഏത് രീതിയിൽ വിലക്കെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കിടേണ്ടത്, ഒരു തുടർച്ച എന്ന രീതിയിലാണോ അതോ ഒരു ഫുൾ സ്റ്റോപ്പ് ആണോ, അടുത്തയാൾക്കൊരു ഊഴം എന്ന രീതിയിലാണ്. കാരണം അവിടെയാണ് ആ ഒരു ടൈമിംഗ് സിസ്റ്റത്തിന് മാറ്റമുണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അങ്ങനെയാണോ എന്നതെല്ലാം തന്നെ അറിയാനുള്ള അവസാന ലാപ്പിലേക്കെല്ലാം തന്നെ പോകുന്നു. എന്തായാലും നല്ല കടുത്ത ചൂടുണ്ട്. അതിനേക്കാൾ തോൽപ്പിക്കുന്ന ചൂടിലേക്ക് പ്രചാരണമെത്തുന്നു. സൈബറിടങ്ങളിലെ വാക്പോര് തുടരുന്നു. ആ രീതിയിലേക്ക് ഇന്ന് വൈകിട്ടിന്റെ കൊട്ടിക്കലാശത്തിന് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ അമ്മായിയപ്പനെ പറ്റിച്ചു പണമുണ്ടാക്കിയ ആളെന്നാണ് വി ശിവൻകുട്ടി ഇന്നൊരു പരാമർശം നടത്തിയത്. ശിവൻകുട്ടിയുടെ വാക്കുകളിലേക്ക്. എനിക്ക് 200 കോടി രൂപയുടെ വീടില്ല. എന്റെ ആസ്തികൾ എത്രയാണെന്ന് വളരെ കൃത്യമായി തന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. അതാർക്കും പരിശോധിക്കാവുന്നതാണ്. പിന്നെ സ്വന്തം അമ്മായിയപ്പനെ ചതിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് തട്ടിയെടുത്ത സ്വഭാവം എനിക്കില്ല. കാശ് വാങ്ങി MP സ്ഥാനം സംഘടിപ്പിച്ചിട്ടില്ല. ഓരോ കാലത്തും ഓരോ പാർട്ടികൾ മാറി മാറി പരീക്ഷിച്ച് നടക്കുന്ന ശീലം എനിക്കില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പിറ്റേന്ന് ഞാൻ രാഷ്ട്രീയം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് ഓടുന്ന ആളല്ല ഞാൻ. എന്റെ കാര്യങ്ങൾ ഈ നാട്ടുകാർ കൃത്യമായി അറിയാം. ഇന്ന് 4 മണിക്ക് മുമ്പ് എവിടെ വെച്ചോണോ ഒരു പരസ്യ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചല്ലോ, വികസനമാണ് യഥാർത്ഥത്തിൽ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള വിവരം അദ്ദേഹം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ വികസന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യാം. തെറ്റായി കാര്യം മനസ്സിലാക്കാതെ അങ്ങിറക്കിയിട്ടുള്ള നോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചർച്ച ചെയ്യാം. TJ സജിത്ത് കൂടി ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സജിത്ത്, ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയായിരുന്നു ഡാൻ കുര്യൻ. സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ആ ഏരിയയൊക്കെ. കാരണം CPMന് ഏറ്റവും അധികം വിമതശല്യമുള്ള പ്രദേശം. അവിടെ സ്ഥാനാർത്ഥി തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട സാഹചര്യം തളിപ്പറമ്പിലുണ്ട്. അങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെയൊക്കെ സാന്നിധ്യം പലയിടത്തുമുണ്ട്. പതിവിൽ കവിഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു പശ്ചാത്തലമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? രഞ്ജിത്ത്, ഏറെ വൈകാരികമാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതും അത്തരം വൈകാരിക തലങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. നേതാക്കൾക്കിടയിൽ അത് ഒരു പുതിയ ഏറ്റുമുട്ടലിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. രാഷ്ട്രീയ ഏറ്റുമുട്ടലിനപ്പുറം വ്യക്തിപരമായ പരാമർശങ്ങൾ പലതും ഉണ്ടാവുന്നുണ്ട്. നേതാക്കൾ ഇത്തരം പ്രസ്താവന നടത്തിയാൽ അണികൾ വെറുതെ ഇരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരും. അതായത് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അടക്കമുള്ള വൈകാരിക മുഹൂർത്തങ്ങളിൽ കൂടുതൽ തരത്തിലുള്ള ഏറ്റുമുട്ടൽ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒരു സൈഡിൽ വലിയ പ്രചാരണ ആയുധമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്ക് ഇത് പോകുമെന്ന് കണ്ടറിയണം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണൂരിലെ വിമത നീക്കമൊക്കെ ഉണ്ടായ ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണ്ടിവരും. ഒരുപക്ഷെ പോളിംഗിന് ശേഷം പോലും അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ പോളിംഗ് വരെ സമാധാനപരമായി പോയെങ്കിലും അതിനുശേഷവും അത്തരം നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയിലും കരുതലും തന്നെയാണ് നീക്കങ്ങൾ. നേതാക്കൾ പരസ്പരം വികസനവാദങ്ങൾക്കടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് നീക്കം. നേരത്തെ വി ശിവൻകുട്ടിയുടെ വാക്കുകൾ കേട്ടു. അതുപോലെ തന്നെ രമേശ് VD സതീശൻ, മുഖ്യമന്ത്രി പോര്, ഇങ്ങനെ പലതരത്തിലേക്ക് ഈ സംഘർഷ രംഗങ്ങൾ മാറുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വൈകിട്ട് 6 വരെ മാത്രമേ പരസ്യ പ്രചരണമുള്ളൂ. 6-ന് ശേഷം മണ്ഡലത്തിന് പുറത്തുള്ളവർ മണ്ഡലങ്ങളിൽ നിൽക്കാൻ പാടില്ല. പ്രചരണത്തിനും മറ്റും ഇടങ്ങളിൽ നിന്ന് വന്നവർ സ്വന്തം മണ്ഡലങ്ങളിലേക്ക് മടങ്ങിപ്പോവണം. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അതുകൊണ്ട് കർശനമായ നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്.
6 വരെ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ പ്രചരണ ആവേശം അതിന്റെ കൊടുമ്പിടിയിലേക്ക് എത്തും. വലിയ തരത്തിലുള്ള കൊട്ടിക്കലാശ കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. കടുത്ത ചൂടാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അനുഭവപ്പെടുന്നത്. ഇതിനെ മറികടന്നുകൊണ്ടുള്ള ആവേശ കാഴ്ചകളായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത്. രഞ്ജിത്ത് പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിവാദ ശബ്ദരേഖയുമായി മാത്യു കുഴൽനാടനും ഇന്ന് രംഗത്ത് വന്നു. കേരളത്തെ തകർത്ത പ്രളയം എന്നാണ് കുഴൽനാടന്റെ വെളിപ്പെടുത്തൽ. തോട്ടപ്പള്ളി തുറക്കാതെ ഇരുന്നത് മേരി മാതാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് വേണ്ടിയാണ്. മാത്യു ടി തോമസിന് ഇതിൽ പങ്കുണ്ടെന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നു എന്ന് അവകാശപ്പെട്ട ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം എന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്പിക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടിയെങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. 1. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചവേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളിൽ. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ 1, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലില്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടർ ഇട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവൻ എത്ര ലാഭം കിട്ടി? ഈ ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ണി MP ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റിൽ നിന്ന് കാശാർക്ക് കിട്ടി. 2. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. 1 കൊല്ലം നമ്മളും 1 കൊല്ലം അവരുമാണ്. തമിഴ്നാട് 1 കൊല്ലം നമ്മൾ 1 കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കേണ്ടത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റിയും ഉത്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉത്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ കഴിക്കാൻ ആ കരാറുകാരനാണ് ഇവര് വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്കൊരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിങ്ങളുടെ കമ്മിറ്റി വന്നാൽ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റി ഇപ്പൊ നാനൂറ്റം പറഞ്ഞല്ലേ വിളിക്കുള്ളൂ. കോടികളുടെ മോഹം കൊണ്ടാണ് കേരളം ഈ ഗതിയിലായതെന്നും കുഴൽനാടൻ പറഞ്ഞു. പ്രളയമുണ്ടായി വെള്ളം വന്നു എന്ന് ശരിയാണ്. പക്ഷേ ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഈ കാര്യം ഇനി അതല്ല മറിച്ചാണെങ്കിൽ ഇവർ തെളിയിക്കട്ടെ. ഇപ്പോ ഇതുവരെ വന്നിരിക്കുന്ന എന്താണ്? കോടതിയിൽ പോലും ഡാം മാനേജ്മെന്റ് നടത്തുന്നതിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സർക്കാർ അംഗീകരിക്കും. അത് വീഴ്ചയല്ല,
അത് വീഴ്ച എന്ന നിലയിൽ കോടതിയെ പോലും ബോധിപ്പിച്ച് ഇവർ തടിയൂരി പോവുകയാണ്. ഇത് അഴിമതിയാണ്, ഇത് കൊള്ളയാണ്. ഈ കൊള്ളയാണ് കേരളത്തെ തകർത്തത്. ഒരുപക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് കൃഷ്ണൻകുട്ടിയുടെ സ്വരം പരിചയമുണ്ടാകില്ല. ഈ വോയിസ് ക്ലിപ്പ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ അറിയാവുന്ന, അദ്ദേഹവുമായി ഇടപെട്ടിട്ടുള്ള ആർക്ക് കേട്ടാലും അത് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണെന്ന് മനസ്സിലാവും. പ്രളയം കൊണ്ട് തകർന്ന നാടാണ് കേരളം. ആ തകർത്തതിൽ ഒരു ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഈ സർക്കാരിന്റെ അഴിമതിക്കുമുണ്ട് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി അവരുടെ മറുപടി വന്നതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. പുറത്തു വന്നത് തന്റെ ഓഡിയോ അല്ലെന്നാണ് കെ കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. AI വഴി നിർമ്മിച്ചതാണെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പ്രളയത്തിന് കാരണം അതിതീവ്ര മഴയെന്ന് IITയുടെ റിപ്പോർട്ടുണ്ട്. ശബ്ദ സന്ദേശം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഇതത്ര ഗൗരവം കുറഞ്ഞ ആരോപണമല്ല, കഴമ്പുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ല എന്ന് എത്ര പറഞ്ഞാലും കൃഷ്ണൻകുട്ടിയെ പരിചയമുള്ളവർക്ക്, അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം കേട്ടവർക്ക് ഒക്കെ ഇത് അത്ര പെട്ടെന്ന് അല്ല എന്ന് വിശ്വസിക്കാനാവില്ല. ഇതിന് കൂടുതൽ ഫോളോ അപ്സ് ഉണ്ടാകുമെന്നാണോ മാത്യു കുഴൽനാടൻ പറയുന്നത്? രഞ്ജിത്ത്, മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും കൃഷ്ണൻകുട്ടി എതിർക്കുന്നുണ്ട്, ഈ ആരോപണങ്ങളെയൊക്കെ തള്ളുന്നുണ്ട്. പക്ഷെ ഇതൊരു AI, ഇപ്പോൾ എത്ര ഓഡിയോ പുറത്തു വന്നാലും AI ആണെന്നുള്ളൊരു വാദമാണ് എല്ലാവരും ആദ്യം ഉന്നയിക്കുന്നത്. അതിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധന വരട്ടെ, അതൊരു വഴിക്ക് നടക്കും. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ തന്നെയാണ് മാത്യു കുഴൽനാടൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായി തന്നെയാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഈ മാത്യു ടി തോമസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, കോടികൾ വാങ്ങി ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ടു ഒരു മന്ത്രിയും സർക്കാരും എന്ന ഗുരുതരമായുള്ള ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിലൂടെ ഉന്നയിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിലാദ്യത്തേത്, തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിപ്പിച്ചത് കരിമണൽ കമ്പനിയായ മേരി മാത കൺസ്ട്രക്ഷന് വേണ്ടിയാണ്. അതായത് ഈ കരിമണൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം അന്ന് ഈ മാത്യു ടി തോമസ് അടക്കമുള്ളവർ നൽകി. അതിൽ ചീഫ് എഞ്ചിനീയർ ജോഷിയും പങ്കാളിയായി. അതിലൂടെ അവർ കോടികളാണ് കൈപ്പറ്റിയതെന്നാണ് ആദ്യത്തെ ആരോപണം. രണ്ടാമത്തേത്, മണിയാറിൽ നിന്നും വൈദ്യുതി എടുത്തത് സ്വകാര്യ കമ്പനിയാണ്. ഇവർക്ക് വേണ്ടി അണക്കെട്ടിൽ വെള്ളം നിറയ്ക്കാൻ നിയമവിരുദ്ധമായി ചീഫ് എഞ്ചിനീയർക്ക് അനുമതി നൽകി. ഇതിലൂടെ 8 കോടി രൂപയാണ് ഇവർ സ്വന്തമാക്കിയത്. ഇതാണ് പിന്നീട് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പ്രളയമുണ്ടാകാൻ കാരണം. മൂന്നാമത്തെ ആരോപണം, പറമ്പിക്കുളം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിടാമായിരുന്നു. പക്ഷേ ആ സമയത്ത് തമിഴ്നാട്ടിൽ ഒരു 200 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. ആ കരാർ കമ്പനിയുമായി ഒത്തുചേർന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിവിടാതെ കേരളത്തിലേക്ക് തന്നെ ഒഴുക്കിവിടുന്നു. അതായത് ചാലിയാർ പുഴയിലൂടെ ഒഴുക്കിവിട്ട് പിന്നീട് ചാലക്കുടി, ആലുവ, കളമശ്ശേരി ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം പൊങ്ങുന്നതിനും ആളുകൾ വളരെ വലിയ ദുരിതത്തിലാകുന്നതിനുമൊക്കെ കാരണം ഈ ഒരു തമിഴ്നാട്ടിലെ വെള്ളം ഒഴുക്കിവിടാത്തതാണ് എന്നൊരു ആരോപണമാണ് മൂന്നാമതായി ഉന്നയിക്കുന്നത്. എന്നാലും ഇതിന്റെയൊക്കെ ആധികാരികത പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇത് എപ്പോഴാണ്, ആരോടാണ്, എങ്ങനെയാണ് പറഞ്ഞതിലൊന്നും മറ്റ് തെളിവുകളൊന്നും പുറത്തുവിടാൻ മാത്യു കുഴൽനാടൻ തയ്യാറായിട്ടില്ല. പക്ഷേ മാത്യു ടി തോമസിന്റെ തന്റെ പാർട്ടിയിലുള്ള ഒരു നേതാവിനെ ഒപ്പം ഇരുത്തിക്കൊണ്ടാണ് ഈ ഓഡിയോ പുറത്തുവിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രതിപക്ഷം ഇതിനെ വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക്, ഇലക്ഷൻ പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിൽ ജനങ്ങൾ എത്താൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയാണ് പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ സർക്കാരിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത്, മന്ത്രി പി രാജീവ് അടക്കം ഇതിനെ പ്രതിരോധിക്കുന്നത് മാത്യു കുഴൽനാടൻ പറയുന്നതിന് ആധികാരികത അത് എത്രമാത്രമാണ്. മുൻപുണ്ടായ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളിയ സാഹചര്യം കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ജനങ്ങളുടെ ജീവനെ തന്നെ ഒരു സമയത്ത് വെല്ലുവിളിയായ കേരളം വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച ഒരു പ്രളയം, അത് സർക്കാരിന്റെ വലിയ അനാസ്ഥയാണ്. അതിന് കോടികളാണ് ആ സഭയിലെ മന്ത്രി അടക്കം കൈപ്പറ്റിയതെന്ന
മന്ത്രിസഭ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ തന്നെ JDS-ലെ തന്നെ ഒരു നേതാവ് പറയുമ്പോൾ അതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജനങ്ങളും പ്രതിപക്ഷവും നോക്കിക്കാണുന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഗൗരവമേറിയ ഒരു ആരോപണം തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ രാഷ്ട്രീയ കേരളത്തിലേക്ക് എത്തുകയാണ്. അതും മനുഷ്യനെ, മലയാളിയെ വല്ലാതെ ദുരിതത്തിലാഴ്ത്തിയ, നിരവധി മരണങ്ങൾ സംഭവിപ്പിച്ച ഒരു പ്രളയത്തിന്റെ പേരിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ വാദഗതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിലൊരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഓഡിയോ ശരിയാണെങ്കിൽ അതിന്റെ ഗൗരവം ഒട്ടും കുറയ്ക്കാനാവില്ല താനും. കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. UDF അധികാരത്തിൽ വന്നാൽ ഇതിൽ സമാധാനം പറയിപ്പിക്കും. മറ്റൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വന്നതിനെ എത്ര ലാഘവത്തോടെയാണ് ഡാം അടച്ചിട്ട് പ്രളയമുണ്ടാക്കാൻ ഒരു മന്ത്രി പറയുന്നതെന്നും KC ചോദിച്ചു. ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കേരളത്തില് കൃത്രിമ പ്രളയമുണ്ടാക്കാൻ ഡാമുകൾ അന്ന് വന്ന ചോദ്യമാണിത്. ഇത് പുതുതായ ചോദ്യമല്ല. അന്ന് പ്രളയമുണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം വന്നതും ഉന്നയിക്കപ്പെട്ടതുമാണ്. ആ പ്രളയകാലത്തെ ചിത്രങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരുടെയും മുന്നിലുണ്ട്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ട മനുഷ്യൻ വെള്ളത്തിലിരുന്ന് നീന്തുന്നതും രക്ഷപ്പെടുത്താൻ പോകുന്നതും, നമ്മുടെ മത്സ്യത്തൊഴിലാളികളടക്കം അവസാനം എല്ലാവരെയും പോയി ഇന്ത്യൻ സൈന്യമായി മാറിയതൊക്കെ തന്നെ എല്ലാവരും ചിത്രീകരിക്കുന്ന പോലെ. അപ്പൊ പ്രളയമുണ്ടാക്കിയത് കൃത്രിമമായിട്ടാണെന്നൊരു മന്ത്രിയുടെ വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞു, സമാധാനം വേണം കേരളത്തോട്. കാരണം തങ്ങളുടെ ഗവൺമെന്റ് കൃത്രിമ പ്രളയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഡാമുകൾ അടച്ചിട്ടു എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവതരമായ ആരോപണമാണ്. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇനി രാജിവെക്കണം എന്ന് പറഞ്ഞ അർത്ഥമില്ല. മറ്റൊരു സാഹചര്യമാണെങ്കിൽ ഇപ്പൊ രാജിവെക്കേണ്ടി വരുമായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ജനങ്ങളെ എത്രയേറെ അപകടത്തിലേക്ക് നയിച്ച ഒരു തീരുമാനം എടുത്ത ഗവൺമെന്റ്. അഴിമതി നടത്താനായി കേരളത്തെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് VD സതീശൻ. കെ കൃഷ്ണൻകുട്ടിയും മാത്യു തോമസും രാജിവെക്കണം. പുറത്തു വന്ന ഓഡിയോ നേരത്തെ തന്നെ കേട്ടിരുന്നുവെന്നും AI എന്ന ആരോപണം ഉന്നയിച്ച് വിഷയം മറയ്ക്കാനാവില്ലെന്നും സതീശൻ പറഞ്ഞു. ഈ ഡാം മാനേജ്മെന്റ് പലരെയും സഹായിക്കുന്നതിന് വേണ്ടി അത് അട്ടിമറിച്ചുവെന്നുള്ള ഗുരുതരമായ ആരോപണം ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അന്നത്തെ മന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെങ്ങനെ ഗൗരവമില്ലായിരിക്കണം? കൃഷ്ണൻകുട്ടി പറഞ്ഞാണുള്ളത്. ഈ കാര്യം കൃഷ്ണൻകുട്ടി പറഞ്ഞതല്ലാന്ന് തെളിയിക്കട്ടെ. ഇത് AI ഉണ്ടാക്കിയതാണ് കൃഷ്ണൻകുട്ടിയുടെ. ഞാനിത് നേരത്തെ കേട്ടാണ്. പക്ഷെ ഇതെന്നെ കേൾപ്പിച്ച ആൾ എനിക്ക് തന്നില്ല ശബ്ദരേഖ. ഞാൻ നേരത്തെ കേട്ട ആളാണ്. എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ ആരോപണം ഉന്നയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്യു കൊള്ളാടിന്റെ ആ ശബ്ദരേഖ കിട്ടിയതുകൊണ്ട് വളരെ മുമ്പ് ഈ ശബ്ദരേഖ കിട്ടിയതാണ്. ഞാൻ കേട്ടതാണ് ഈ ശബ്ദരേഖ. പക്ഷെ ശബ്ദരേഖ സൂക്ഷിച്ചു വെച്ചാൽ എന്റെ കയ്യിൽ തന്നില്ല. ഞാൻ കേട്ടാണ് ശബ്ദരേഖ മുഴുവൻ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ കേട്ടില്ലല്ലോ. നേരത്തെ മുഴുവൻ കേട്ടാണ് ഈ ശബ്ദരേഖ. ഇത് കൃഷ്ണൻകുട്ടിയുടെ ശബ്ദമല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നുണ പറഞ്ഞ കൃഷ്ണൻകുട്ടിയും ആരോപണ വിധേയനായ മാത്യു ടി തോമസും അത് പറയണം. മാത്യു ടി തോമസ് ഇപ്പൊ മന്ത്രിയല്ല, പക്ഷെ അദ്ദേഹം ഉത്തരവാദിയാണെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട LDF ആണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്ന് വന്നു. ശബ്ദരേഖയുടെ കാര്യം അറിയില്ല, പ്രളയം മനുഷ്യനിർമ്മിതമല്ലെന്ന് എത്ര ഏജൻസികൾ കൃത്യമായി പറഞ്ഞു. മനുഷ്യനിർമ്മിതമെന്നത് ദുരാരോപണം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, ശബ്ദരേഖയുടെ കാര്യം എനിക്ക് അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷം വലിയ തോതിലുള്ള ബഹളം ഉണ്ടാക്കിയതായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ പ്രളയത്തിന്റെ ആധിക്യം എത്രയായിരുന്നു എന്നുള്ളത്, ആ സമയത്തുള്ള മഴയുടെ ശക്തി എത്രയായിരുന്നു എന്നുള്ളത്, അന്നത്തെ വിവരണാതീതമായ സംഭവങ്ങളല്ലേ. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതികൾ പഠനം നടത്തിയല്ലോ. ഇത്തരം ഒരു ആശയം വന്നതിന് ശേഷവും പഠനം നടത്തിയല്ലോ. അവരൊക്കെ കൃത്യമായി പറഞ്ഞല്ലോ ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് പൊതുദുരന്തം തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ. അത് കൃത്യമായൊരു ദുരാരോപണം മാത്രമായിരുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന തരത്തിലുണ്ടായിട്ടില്ല. വയനാട് പുനരധിവാസത്തിൽ പരസ്പരം പോരടിച്ച് പിണറായി വിജയനും VD സതീശനും. ഒന്നിലധികം വീടുകളുടെ നിർമ്മാണത്തിന് കോൺഗ്രസ് പെർമിറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു. ഒരു വീടിന് മാത്രമേ അനുമതി നേടിയിട്ടുള്ളൂ. ദുരിതബാധിതരെ കോൺഗ്രസ് വീണ്ടും വഞ്ചിക്കുകയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിപ്പ് കേസ് ചർച്ചയാകാതിരിക്കാനാണ് വയനാട് ഭൂമി വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നായിരുന്നു സതീശന്റെ മറുപടി. പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വയനാട് പദ്ധതി എന്തായെന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. ഉദ്ഘാടനം ചെയ്തിട്ടും ആർക്കും അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. സർക്കാർ ഫണ്ട് പിരിച്ചതിലെ കൃത്രിമത്വം UDF അധികാരത്തിലെത്തിയാൽ അന്വേഷിക്കുമെന്നും സതീശൻ പറഞ്ഞു.
മുണ്ടക്കൈ ചുരുമലയിൽ വീട് നിർമ്മിച്ച് നൽകും, ഞങ്ങൾ 100 വീട് എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ എവിടെ എത്തിയത്? ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാന്നല്ലേ പറയുന്നത്, വീട് നിർമ്മിക്കാനുള്ള പൈസ ഇല്ലാന്നല്ലേ പറയുന്നത്. തിരിച്ച പൈസ ഇവിടെ പോയി, അതിന്റെ കണക്കിനെന്ത് സംഭവിച്ചു? അപ്പൊ ഇത്തരം കാര്യങ്ങളില് ഒരു സുതാര്യതയും ഇല്ലാത്തവര്, പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാത്തവര്, അവര് ഏതെങ്കിലും തരത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് ജനങ്ങൾ കരുതുന്നേയില്ല. അതുകൊണ്ട് അതൊരു ഗൗരവ വിഷയമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല എന്നാണ് കാണേണ്ടത്. ഈ വയനാട് ഉണ്ടാക്കിയത് ഒരു കഥയാണ്. ആ കഥ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടി പറഞ്ഞുതരാം. രക്തസാക്ഷികളുടെ ഫണ്ട് പയ്യന്നൂരിൽ തട്ടിച്ചു. ഇന്നും കൂടി തെളിവ് വന്നിരിക്കുകയാണ്. 70 ലക്ഷം രൂപ സഹകരണ ജീവനക്കാർ കൊടുത്ത പൈസ കൂടി മുക്കി, കണക്കിൽ വന്നില്ല എന്ന് കുഞ്ഞകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പയ്യന്നൂരിൽ MLA-ക്കെതിരായി CPM നേതാക്കൾക്കെതിരായി പാവപ്പെട്ട പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു. അഭിമന്യുവിന്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം വന്നു. തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ, രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ ഫണ്ട് തട്ടിച്ചു എന്നുള്ള ആരോപണം വന്നു. വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ അത് ഫണ്ട് കട്ടെടുത്ത ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ നൽകി പാർട്ടിയിൽ. വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഈ രക്തസാക്ഷി ഫണ്ട് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചവരാണ് ശവന്തീനികൾ. അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് വയനാട് കഥയായിട്ട് ഇറങ്ങിയത്. വൈക്കം തലയാഴം CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ചെല്ലപ്പൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിവാദം കനക്കുന്നു. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ശാരീരിക പ്രശ്നം, ഹാൻഡിക്കാപ്പാ. വലിഞ്ഞു കയറി ഇവിടെ ഇങ്ങനെ ഒരാള് ആത്മഹത്യ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്കറിയില്ല. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല. എന്റെ അച്ഛൻ ആത്മഹത്യ വാഹനം ഓടിക്കും, കൃത്യമായിട്ട് ഓട്ടോ ഓടിക്കും. ആ പെട്ടിവണ്ടിയുടെ താക്കോല് വരെ അവിടെ ഇരിക്കുന്നു ഗുരുകൃപ. ഞാൻ 3 ദിവസമായിട്ട് എന്റെ അച്ഛനെ കാണുന്നുണ്ട്. ഞാൻ പോയി, അച്ഛൻ പറയുന്ന ഒരു ശക്തി കൊണ്ട് അറബിക്കടലിൽ പോയി താഴ്ത്തുമെന്ന് പറഞ്ഞു. എന്നെ ചതിച്ചവൻ വരാം. അച്ഛനെ എന്തോരം ടോർച്ചർ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല. ആരാന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ എന്റെ സുഹൃത്തിനെ ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടു. ഞാൻ ആ ദുരിതമുണ്ട്, സത്യമായിട്ടുമുണ്ട്. അല്ല എന്റെ അച്ഛൻ എനിക്കറിയില്ല. കുറിപ്പുണ്ടായിരുന്നു. ഞാനാണ് പോലീസിന്റെ ഒപ്പം അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹോർട്ടിക്കൾച്ചറിന്റെ ലെറ്റർ പാഡില് 2 പേജുള്ള കുറിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അവർ കാണിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പേജുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വായിക്കുകയാണെങ്കിൽ ഇവിടുത്തെ CPI നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആരൊക്കെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യക്ക് പിന്നിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അത് പോലീസുകാർ പുറത്തേക്ക് വിടുന്നില്ല. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു ദാരുണ മരണത്തിൽ അകൈതമായ ഒത്തിരി സങ്കടത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്കൊപ്പം ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ UDF-ൽ പെട്ടവരൊക്കെ വിളിക്കുകയോ ഒക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. അപ്പം ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിയായി ഞാനിവിടെ നിന്ന് കാലത്തോളം എന്നെ ചേർത്ത് പിടിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്ന ആൾക്കാർ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞു വിട്ട് കാല് വയ്യാത്ത ഒരാളാണ്, വയ്യാത്ത ഒരാളാണ്. അദ്ദേഹം എൻ്റെ ചെയ്തു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ഒരു വയ്യാത്ത ആളിങ്ങനെ മുകളിൽ കയറി പോവുമോ, അത് ഉണ്ടോ അതൊക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ എന്തായാലും ഇതിൽ അസ്വാഭാവികത ഉണ്ടാ എന്ന് വ്യാപകമായി ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ആ പക്ഷത്ത് ഞാൻ നീക്കിയ. വികലാംഗനായ ചെല്ലപ്പന്റെ ആത്മഹത്യയിൽ CPI-യും ദുരൂഹത ഉന്നയിക്കുന്നുണ്ട്. ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. തന്നെയല്ല ഇവിടുത്തെ ഇലക്ട്രിക് ലൈൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും സ്വന്തമായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ചെയ്തു എന്നുള്ളത് അറിയാൻ പാടില്ല. രാത്രി 12:30 വരെ ഞങ്ങളുടെ സഹാക്കളൂടെ ഉണ്ടായിരുന്നു ഇലക്ഷൻ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട്. 12:30 കഴിഞ്ഞാണ് എല്ലാവരും പോകുന്നത്. വെളുപ്പാങ്കാലത്ത് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് നമ്മുടെ ഒരു നിഗമനം. കാണുന്ന 6 മണിയോടുകൂടി ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി ഇവിടെ ലൈറ്റ് അണയ്ക്കാനായിട്ട് വരും. ഇപ്പോൾ മൊത്തം സീരിയലൊക്കെ ഇട്ടിരിക്കുകയല്ലേ. വെളുപ്പിനെ സാധാരണ എല്ലാ ദിവസവും വരുന്നതാണ്. അങ്ങനെയാണ് കണ്ട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അറിയുന്നത്.
2008 മുതൽ CPI നേതാക്കൾ തന്നെ വേട്ടയാടുന്നതായി ആരോപിച്ച് കഴിഞ്ഞ ദിവസം ചെല്ലപ്പൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിരുന്നു. വീഡിയോയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. സംഭവ സ്ഥലത്തേക്ക് 3 മുന്നണി പ്രവർത്തകരും തുടർന്ന് തടിച്ചുകൂടി. ഏറെ നേരമാണ് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നത്. വൈക്കത്തെ കർഷകന്റെ ആത്മഹത്യ ദൗർഭാഗ്യകരമായ സംഭവമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. CPIയുടെ പാർട്ടി ഓഫീസിൽ ചെന്ന് ജീവൻ ഒടുക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ. മരിച്ച കർഷകൻ നേരത്തെ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. LDF മാപ്പ് പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു പാർട്ടി ഓഫീസിൽ പോയി കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അത് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു എന്നാണല്ലോ ഇപ്പം നിങ്ങൾ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാപ്പ് പറയുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന് നേരിട്ട ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ്, അത്രമാത്രം മാനസിക സംഘർഷം ആ വ്യക്തിക്കുണ്ടാകും. CPI ഓഫീസിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ കൃഷി വകുപ്പ് ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓഫീസിൽ പോയൊരു കർഷകൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ കൃഷിമന്ത്രിക്ക് മന്ത്രിയായി തുടരാൻ അവകാശമില്ല. തന്നെയുമല്ല ഈ ഗവൺമെൻറ് എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് വൈക്കത്തുണ്ടായിട്ടുള്ളത്. വളരെ ദൗർഭാഗ്യകരമായി പോയി, വേദനാജനകമായി പോയി. അതുണ്ടാകാൻ പാടില്ലാത്തത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് മുഖ്യമന്ത്രി. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് കരുതിയവർക്ക് കടുത്ത നിരാശയുണ്ട്. അബദ്ധജടിലമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ തുടരുകയാണ്. എന്നാൽ സ്വാഭാവികമായി അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. എവിടെയും അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല. അതേസമയം ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നതിലെടുത്താൽ പ്രതിപക്ഷത്തോടുള്ള അവിശ്വാസം, അതോടൊപ്പം വല്ലാത്ത അസന്തുഷ്ടി അത് ജനങ്ങളുടെ ഭാഗത്ത് കാണാനുമുണ്ട്. കോഴിക്കോട് LDF വർഗീയ പ്രചാരണം നടത്തുന്നെന്ന് MK രാഘവൻ MP. വടകരയിലെ കാഫറിന് സമാനമാണ് പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ്. എന്നാൽ ജില്ലയിൽ UDFന് വൻ വിജയം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MLA-മാർ ഉണ്ടാകാൻ പോകുന്നത് കോഴിക്കോടാകുമെന്നും MK രാഘവൻ പറഞ്ഞു. സമ്പൂർണ്ണ ആധിപത്യം നേടിയ UDF കനത്ത മത്സരത്തിലൂടെ 3 കൂടി മുന്നിലെത്താനുള്ള സമ്പൂർണ്ണ വിജയം നേടാനുള്ള ഒരു കഠിനമായ ശ്രമത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സെഞ്ചുറി അടിക്കുന്ന UDFന് മലപ്പുറം കഴിഞ്ഞാൽ മലബാറിൽ ഏറ്റവും കൂടുതൽ MLA-മാർ ലഭിക്കുക കോഴിക്കോട് നിന്നായിരിക്കും. അപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാമുദായിക ധ്രുവീകരണത്തിന് നടത്തിയ ശ്രമം എല്ലാവർക്കും അറിയാം. കാഫിർ സ്ക്രീൻഷോട്ടിന് എനിക്ക് തോന്നുന്നത് ആ ഒരു സാമുദായിക ധ്രുവീകരണം അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം അത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ കറുത്ത പാടാണ്. അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത്. LDFന്റെ വാഹനത്തിൽ നിന്നുകൂടെ തന്നെയാണ് അനൗൺസ്മെന്റ് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്ന രീതിയിൽ ഒരു പ്രചരണം അഴിച്ചുവിടാൻ പോലും CPM തയ്യാറായി എന്നുള്ളത് തന്നെ CPM-ഉണ്ടായ പരാജയ ഭീതിയാണ് ഇതിൻ്റെ കാരണം. BJPക്ക് ആളെ സപ്ലൈ ചെയ്യുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി. BJP നേതാക്കളിൽ 30% മുൻ കോൺഗ്രസുകാരാണ്. വേണുഗോപാൽ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ച് BJPക്ക് ജയിക്കാൻ അവസരമുണ്ടാക്കി. അത് ഏത് ഡീലിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ KC വേണുഗോപാലിൻ്റെ പ്രശ്നം, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ ഇപ്പോൾ. പക്ഷേ എവിടെയാണിപ്പോൾ അവർ കിടക്കുന്നത്? അവരുടെ പാർട്ടിയുടെ നിലനോക്കിയാൽ ഈ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ
ഒരു BJPയുടെ നേതൃനിര നോക്കിയാൽ, അവരുടെ MP-മാർ അതുപോലുള്ളവരൊക്കെ നോക്കിയാൽ ഒരു 30% പേരെങ്കിലും കോൺഗ്രസിൽ നിന്ന് പോയവരായിരിക്കും. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രാമാണികന്മാരായ AICC നേതാക്കൾ, പഴയ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷന്മാർ, അങ്ങനെയെല്ലാമുള്ള പ്രധാനികളിലെ ഒരു 30% പേര് ഇപ്പോൾ BJPയുടെ പ്രധാനികളായിട്ടിരിക്കുന്നു. നിങ്ങൾ അവർക്ക് ആളുകളെ സപ്ലൈ ചെയ്യുന്നവരായിട്ട് മാറുകയില്ലേ ഫലത്തിലുണ്ടായിരുന്നു? ഈ പറയുന്ന വേണുഗോപാൽ നേരത്തെ രാജ്യസഭാംഗമായിരുന്നല്ലോ, രാജസ്ഥാനിൽ നിന്നായിരുന്നില്ലേ? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ തിരഞ്ഞെടുക്കപ്പെടുക BJP ആണെന്ന് 1:1 കണക്കാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ആശ്ചര്യം സംഭവിക്കില്ലല്ലോ, BJP നിലനിൽക്ക് പോകില്ല. എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? അപ്പോൾ MP ആയിരിക്കുകയാണല്ലോ. ആ MP ആയിരിക്കുന്നയാൾ രാജിവെച്ച് അവസരം ഉണ്ടാക്കി കൊടുത്ത് BJPക്കല്ലേ? എന്തിനാണ് ആ നടപടി എടുത്തത്? അത് ഏത് ഡീലിന്റെ ഭാഗമായിട്ടായിരുന്നു? ഒരു സീറ്റ് പോലും BJP കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJP ലഭിക്കുന്ന വോട്ടുകൾ നാടിന്റെ സ്വൈര്യം കെടുത്തും. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദത്തിൽ മുന്നിൽ SDP ആണ്. അതിന്റെ വിഷമം UDF-നുണ്ടാകും. പ്രതിപക്ഷ നേതാവിന്റെ വനവാസത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നും പിണറായി പറഞ്ഞു. BJP നമ്മൾ കാണേണ്ടത്, BJP എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ അത് നാടിൻ്റെ സ്വൈര്യതയാണ് കെടുത്തുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ധാരണമാണ്. ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ കഴിഞ്ഞ 10 വർഷമായി വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഇല്ല. എല്ലാ വർഗീയ ശക്തികളെയും ശക്തമായി നേരിടുന്ന LDF അധികാരത്തിലിരിക്കുന്നതുകൊണ്ടാണ് അത്തരമൊരവസ്ഥ നിലനിൽക്കുന്നത്. അത് ആ വനവാസത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതിപ്പോൾ ഞാൻ റിസർവ് ചെയ്ത് വെക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം. മറ്റു കാര്യങ്ങൾ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടി LDF വിജയിക്കാനാണ് പോകുന്നത്. വോട്ടെടുപ്പിന് 3 നാൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് വോട്ട് വൈബ് അഭിപ്രായ സർവേ. UDF-ന് നേരിയ മുൻകൈ സർവേ പ്രവചിക്കുന്നു. ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് 31% പേർ പിണറായി വിജയനെയും 29.5% പേർ VD സതീശനെയും അനുകൂലിച്ചു. LDF-ന് നേരിയ മേൽക്കൈ പ്രവചിക്കുന്നതായിരുന്നു വോട്ട് വൈബിന്റെ ആദ്യ സർവേ. രണ്ടാമത്തെ ഘട്ടത്തിൽ UDF-ന് മേൽക്കൈ ഉണ്ടാകും എന്നായിരുന്നു അഭിപ്രായം. 6-ാം തീയതി ഉച്ചവരെയുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായ സർവേ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDF 64 മുതൽ 74 വരെ സീറ്റുകൾ നേടുമെന്നാണ് സർവേയിലെ വിലയിരുത്തൽ. LDF വലിയ അന്തരമില്ലാതെ 63 മുതൽ 74 വരെ സീറ്റുകൾ നേടാം. NDAക്ക് 1 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാം. സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചത് എന്ന് 32.9% പേർ മറുപടി നൽകി. മികച്ചതെന്ന് 7.4%, ശരാശരിയെന്ന് 9.9% പേരും മറുപടി നൽകി. മോശമാണെന്ന് 21.8%, വളരെ മോശമാണെന്ന് 21.5% പറഞ്ഞു. 6.4% പേർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് പിണറായി വിജയനെ അനുകൂലിച്ചത് 31.3% പേരാണ്. VD സതീശനെ 29.5% പേർ നിർദ്ദേശിച്ചു. രാജീവ് ചന്ദ്രശേഖറെ പിന്തുണച്ചത് 13.5%. വിലക്കയറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകുന്ന വിഷയമെന്ന് 17% പേർ അഭിപ്രായപ്പെട്ടു. തൊഴിലില്ലായ്മയെ വിഷയമായി 16.2%, അഴിമതി വിഷയമായി 12.9% അഭിപ്രായം രേഖപ്പെടുത്തി. മദ്യവും ലഹരിയും വലിയ വിഷയമാണെന്ന് 11.2%, ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് 9.2% പേരും അഭിപ്രായപ്പെട്ടു. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം കൂടിയെന്ന് സർവേകളിൽ പങ്കാളികളായ 49.3% പേർ പറഞ്ഞു. വർഗീയ ധ്രുവീകരണം കുറഞ്ഞെന്ന് പറഞ്ഞത് 17.8%. മാറ്റമില്ലെന്ന് 14.9% പേരും അഭിപ്രായമില്ലെന്ന് 18% പേരും പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുള്ളത് കോൺഗ്രസിന്റെ പ്രകടനത്തിന് നേട്ടമാകുമെന്ന് 24.5% പേർ അഭിപ്രായപ്പെട്ടു. 36.2% പേർ തിരിച്ചടിയാകുമെന്ന് പ്രവചിച്ചു. SDP പിന്തുണ LDF, UDF എന്നിവയുടെ സാധ്യതകളെ ബാധിക്കുമോ? ബാധിക്കുമെങ്കിൽ ഏത് മുന്നണിയെ എന്ന ചോദ്യത്തിന്
ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് 40.8% അഭിപ്രായപ്പെട്ടു. UDF-നെ ബാധിക്കുമെന്നാണ് 25.5% പേർ പറഞ്ഞത്. SDPI പിന്തുണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് 12.4% കണക്കാക്കുന്നു. UDF-ന് 39.7% വോട്ടും LDF-ന് 38.7% വോട്ടും ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. NDA-ക്ക് 16.1% വോട്ട് കിട്ടുമെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റെനർജി പ്രസൻസ് കീവോട്ട് നിങ്ങൾക്കായി സമർപ്പിച്ചത് Renergy Systems India Private Limited, the most trusted solar energy brand. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തൃശൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ധൃത ജോഷി വില്ലടം നൽകിയ ഹർജിയാണ് തള്ളിയത്. ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം അംഗീകരിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ ഹർജി തള്ളണം, വാദങ്ങൾ നിലനിൽക്കില്ല എന്നായിരുന്നു വാദം. അതിനോടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തായിരുന്നു? ആജ്ഞ, കേൾക്കാമോ? തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും സന്ദർശിച്ച് 6 കോടി രൂപ സംഭാവന നൽകി റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. രാജരാജേശ്വരി ക്ഷേത്ര നവീകരണത്തിന് 12 കോടി രൂപ നൽകുമെന്നും ഗുരുവായൂരിലെ ആനകളുടെ ക്ഷേമത്തിന് അധിക പിന്തുണ നൽകുമെന്നും അനന്ത് അറിയിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളെന്ന നിലയിലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രവും അനന്ത് അംബാനി സന്ദർശിച്ചത്. 2 ക്ഷേത്രങ്ങൾക്കും 3 കോടി രൂപ വീതം സംഭാവന നൽകി. രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ സമഗ്ര നവീകരണത്തിനായി 12 കോടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതിൽ ചരിത്ര പ്രാധാന്യമുള്ള കിഴക്കൻ ഗോപുരത്തിന്റെ പുനരുദ്ധാരണവും ഉൾപ്പെടുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അനന്ത് അംബാനി പൊൻകുടം, പട്ടം, താലി, നെയ്യമൃത് തുടങ്ങിയ പരമ്പരാഗത വഴിപാടുകൾ സമർപ്പിക്കുകയും അശ്വമേധ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. 2 നൂറ്റാണ്ടിലേറെയായി കേടുപാടുകളോടെ നിലനിന്നിരുന്ന ഈ ഗോപുരത്തിന്റെ പുനരുദ്ധാരണ പ്രഖ്യാപനം ഭക്തർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും സന്തോഷം പകർന്നു. 8 മണിക്ക് ആണ് ഇവിടെ അമ്പലത്തിലെത്തിയത്. 8:30 ശേഷം 8:30 പൊന്നുംകുടം വെച്ച് തൊഴുകയുണ്ടായത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടായ അശ്വമേധ നമസ്കാരവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ വക ഒരു മൊമെൻറ്റോ കൊടുക്കുകയുണ്ടായി. വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഷാളണിച്ച് സ്വീകരിക്കുകയുണ്ടായി. നിലവിലുള്ള ഇതിന് രൂപഭംഗി യാതൊരു കോട്ടവും വരുത്താത്ത രീതിയിൽ നവീകരണ പ്രവൃത്തി നടത്തേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു സംഖ്യ വന്നിരിക്കുന്നത്. ബാക്കി അത് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന DPR കൂടി പരിശോധിച്ചിട്ട് അടുത്ത ഘട്ടം തുക അനുവദിക്കുന്നതാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. അനന്ത് അംബാനിയോടൊപ്പം അടുത്ത സഹപ്രവർത്തകരുമുണ്ടായിരുന്നു. ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ പരമ്പരാഗത ബഹുമതികളോടെ സ്വീകരിച്ചു. TTK ദേവസ്വം പ്രസിഡന്റ് ശ്രീ TP വിനോദ് കുമാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ KP വിനയൻ, മുഖ്യതന്ത്രി ശ്രീ EP കുബേരൻ നമ്പൂതിരി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിപ്പറമ്പിൽ നിന്നാണ് അനന്ത് ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്രദർശനം നടത്തിയ ശേഷം 3 കോടി രൂപയുടെ സംഭാവന നൽകി. വൻതാര മുഖേന മൃഗപരിപാലനത്തിനുള്ള തന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ആനക്കോട്ടയിലെ ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കുകയെന്നും അനന്ത് പറഞ്ഞു. പ്രത്യേക ആന ആശുപത്രി നിർമ്മാണം, ചങ്ങലകളില്ലാത്ത അഭയകേന്ദ്രം, കൂടാതെ ആനകൾക്ക് മാനുഷികവും മാന്യതയുള്ളതുമായ ശാസ്ത്രീയ പരിപാലനം ഉറപ്പാക്കുന്ന ആധുനിക സൗകര്യങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ഗുരുവായൂരിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടങ്ങി. ആദ്യ 3 ദിവസം യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദമാണ്. വിശ്വാസത്തിൽ കോടതിക്ക് ഇടപെടാമോ എന്നതടക്കമുള്ള നിയമപ്രശ്നങ്ങളാണ് കോടതി ആദ്യം പരിഗണിക്കുന്നത്. ഏത് മതമായാലും ആചാരങ്ങൾ നിലനിൽപ്പുണ്ടെന്നും കോടതി ഇടപെടരുത് എന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട്. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് ഒപ്പമാണ് കേരള സർക്കാരും വാദത്തിന് സമയം ചോദിച്ചിരിക്കുന്നത്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.